വയനാട് ചൂരൽമല മുണ്ടക്കൈയിലെ തോട്ടം തൊഴിലാളികളായ 16 വനിതകൾക്ക് ഇന്ന് സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ ദിവസേന അവർ ചുരുക്കൂട്ടി വെച്ച പണം ഉപയോഗിച്ച് അവരിന്ന് ബാംഗ്ലൂരിലേക്ക് പറക്കും. രാവിലെ കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്കുള്ള ഇന്ത്യ വിമാനത്തിലാണ് അവരുടെ യാത്ര. 24 അവർ ഈ സന്തോഷം പങ്കുവയ്ക്കുകയും ചെയ്തു. നമ്മളൊരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ കുറേ സമയമെടുക്കുമായിരിക്കും. എന്നാലും ഒരിക്കലും ആ സ്വപ്നത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ഏതായാലും ഈ സമയമൊക്കെ കടന്നു പോകും. അമേരിക്കയിലെ പ്രശസ്തനായ എഴുത്തുകാരനായ ഏൾ നൈറ്റിംഗലിൻ്റെ വാക്കുകളാണിത്. ആ വാക്കുകളെ സാക്ഷാത്കരിക്കുന്ന രീതിയിൽ ഇന്ന് വയനാട് മുണ്ടക്കൈയിലെ കുറച്ച് തോട്ടം തൊഴിലാളികൾ ഒരു യാത്ര പോവുകയാണ്. ആ യാത്രയുടെ വിശേഷങ്ങളിലേക്ക്. സ്വപ്നമാണ്, ഒരുപാട് വർഷത്തെ സ്വപ്നങ്ങളാണ്. അപ്പം ഞങ്ങൾ HML കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്, മുണ്ടക്കൈ ഡിവിഷനാണ്. പക്ഷേ ഞങ്ങളിങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഞങ്ങളെ കമ്പനീൻ്റെ ഭാഗത്തുനിന്നും വീട്ടിൽ നിന്നും എല്ലാം നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിമാനമൊക്കെ ഇങ്ങനെ മേലെ കൂടെ പോകുമ്പോൾ ഞങ്ങൾ നോക്കാറുണ്ട് എപ്പോഴാണ് നമുക്കിങ്ങനെ ഒരു ആഗ്രഹം സാധിക്കുക എന്നുള്ളത്. ഞങ്ങൾ ചായയൊക്കെ കുടിക്കാനിരിക്കുമ്പോൾ ഇതിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ ഞങ്ങൾ വേഗം എഴുന്നേറ്റിട്ട് അതാ പറഞ്ഞിട്ട് എല്ലാവരും ഒച്ച ഉണ്ടാക്കൂ. അപ്പം തന്നെ ഞങ്ങളെല്ലാവരും പറയും നമുക്കൊന്ന് ഇതിൽ എപ്പോഴാണ് കയറാനും പറ്റുകയെന്ന്. അങ്ങനെ ഞങ്ങൾ പൈസ ഒക്കെ ശേഖരിച്ച് വെച്ച് ഇപ്പം ഞങ്ങൾക്കത് പോവാനുള്ളത് ആയി. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും ഉണ്ട് ഇതിനെ. ഞങ്ങൾക്ക് ഞങ്ങളെ കുടുംബത്തിൻ്റെ സപ്പോർട്ടുണ്ട്, ഭർത്താക്കന്മാരതും മക്കളതൊക്കെ നല്ല സപ്പോർട്ടോടെയാണ് ഞങ്ങളിപ്പോൾ പോകാൻ നിൽക്കുന്നത്. ആ മാസത്തിൽ സാലറി കയറുമ്പോൾ അതിന് കുറച്ച് വാങ്ങിക്കും, ഒരു 500-600 അങ്ങനെ വാങ്ങിച്ചിട്ട് അതങ്ങ് മാറ്റി വെക്കും. അങ്ങനെ ശേഖരിച്ച് വെച്ച പൈസയാണിത്. നല്ല സന്തോഷത്തിൽ പറഞ്ഞാൽ ഞങ്ങൾ നല്ല സന്തോഷത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇതേപോലെ ഞങ്ങൾ പോയി ഇവിടെ നിന്ന് എത്തിക്കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എല്ലാവരും. പിന്നെ കുറേ പേർക്ക് വരണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അവർക്ക് കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഇനി അടുത്ത പോക്കിന് ഞങ്ങളും വരാമെന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ പോകുകയാണെങ്കിൽ എല്ലാവരും കൂടിയിട്ടാണ് പോകും. 10-30 പേര് ഒന്നിച്ചിട്ടാണ് ഞങ്ങൾ പോകുള്ളൂ. അപ്പോൾ എല്ലാവരും യാത്ര സന്തോഷത്തിലാണ്. നമ്മുടെ ഈ അമ്മമാരെ പോലെ എല്ലാവരും സ്വപ്നങ്ങൾ മുറുകെ പിടിച്ച് യാത്ര തുടരണം. റിബിൻ ജോൺ പാലേരിക്കൊപ്പം അരുൺ പാറക്കൽ, 24 വയനാട്. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഈ 16 പേരെ ഇൻഡിഗോ ഫ്രീ ആയിട്ട് കൊണ്ടുപോകണമായിരുന്നു. അതല്ലേ എൻ്റെ ഒരു രസം. എന്തായാലും ഇന്ന് രാവിലെ 9:45 കോഴിക്കോട് നിന്ന് അവരുടെ ഫ്ലൈറ്റ്. അവർക്ക് ശുഭയാത്ര.